ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ദശകം 61 വിപ്രപത്നി അനുഗ്രഹം. ബ്രാഹ്മണ സ്ത്രീകൾക്ക് ഭഗവാൻ അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി ഉള്ളതാണ്. അത് ഭഗവാൻ അവിടുന്ന് ഗോപന്മാരും പശുക്കളുമായിട്ട് ഒരു ദൂരെയുള്ളൊരു വനത്തിലേക്ക് വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് ആയപ്പോൾ ക്ഷീണം വർദ്ധിച്ച് ഭഗവാൻ പറഞ്ഞു വിട്ടു. അടുത്ത് തന്നെ ഒരു യാഗം ചെയ്യുന്ന ഒരു ഭവനമുണ്ട്, അവിടേക്ക് നിങ്ങൾ ചൊല്ലുമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഈ പുരുഷന്മാരാരും തന്നെ മിണ്ടിയില്ല, ഒന്നും കൊടുത്തതുമില്ല. കുഞ്ഞുങ്ങൾ വന്ന് പറഞ്ഞു, ഒന്നും അവർ മിണ്ടിയത് കൂടിയില്ല എന്ന്. അങ്ങനെ പറഞ്ഞു, നിങ്ങൾ അവിടുത്തെ സ്ത്രീകളോട് ഇന്ന് ചോദ്യര് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞ് അനുസരിച്ചെന്ന് പറഞ്ഞു. കൃഷ്ണനാ പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞു ചെന്നപ്പോൾ കുഞ്ഞുങ്ങളെ കണ്ട ഉടനെ അവർ പാഞ്ഞെഴുന്നേറ്റു. എല്ലാവരും പെട്ടെന്ന് തന്നെ എഴുതാതെ സ്ത്രീകളോടുള്ള ഭക്തി. സ്ത്രീകൾക്ക് എപ്പോഴും അങ്ങനെയാണ്, ഭയങ്കര ഭക്തിയാണ്, പുരുഷന്മാരണക്കല്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എണീറ്റ് ചതുർവിധമായ എല്ലാ ആഹാര സാധനങ്ങളും, അത് ഉപ്പും പുളിയും എരിവും മധുരവും എല്ലാം ഉള്ള എല്ലാ വിഭവങ്ങളും എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ സ്ത്രീകൾ ഈ ഗോപന്മാരുടെ കൂടെ തന്നെ ഭഗവാൻ അടുക്കിലേക്ക് വന്നു. അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അത്യാകാംക്ഷയോടെ അവർ വന്നത്. ഭഗവാനെ കണ്ടോളാൻ വയ്യാതെ അനേക നാൾ കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുക, നാരായണനായ ഭഗവാനെ. അപ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു അവസ്ഥ. അവർ അടുത്ത് തന്നെ വന്നെന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് അവരുടെ കൂടെ ആഹാരം എടുത്തുകൊണ്ട് അവർ ഓടി ഭഗവാനടുത്തേക്ക്. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. നമുക്കും ഇങ്ങനെയുള്ള ഓട്ടം വേണം. ഭഗവാൻ എന്ന് കേൾക്കുമ്പോൾ അത്ര ആർത്തി നമുക്കും വേണം, അത്യാകാംക്ഷ. അങ്ങനെ അടുത്ത ശ്ലോകം 7. ശ്ലോകം 7. ബിലോല പിഞ്ചം ചിഗുരേ കപോലയോ സമുല്ലസൽ കുണ്ഡലമാർദ്രമീക്ഷിതേ നിധായ ബാഹും സുഹൃൽ അംസസീമനി സ്ഥിതം ഭവന്തം സമലോകയന്തത. വിലോല പിഞ്ചം ചിഗുരേ കപോലയോ സമുല്ലസൽ കുണ്ഡലമാർദ്രമീക്ഷിതേ നിധായ ബാഹും സുഹൃൽ അംസസീമനി സ്ഥിതം ഭവന്തം സമലോകയന്തത. ഇവിടെ ഭഗവാൻ അടുക്കലേക്ക് ആ വിപ്രപത്നികൾ വന്നത് എന്താ വർണ്ണിക്കുന്നത് ഇവിടെ? ആ ഭഗവാന്റെ നിൽപ്പ്. അവർ വന്നപ്പോൾ ഭഗവാനെ കണ്ടത് എങ്ങനെയാ? തിരുമുടിയിൽ ഇളകിക്കളിക്കുന്ന മയിൽപ്പീലി ചാർത്തി, കവിൾത്തടങ്ങളിൽ തിളങ്ങി കർണാഭരണങ്ങൾ അണിഞ്ഞ്, അത് കാത് ചെവിയാണ്, കർണത്തിൽ ചെവിയിൽ ആഭരണങ്ങൾ, കമ്മലുകൾ ഇതൊക്കെ അണിഞ്ഞ് കരുണാർദ്രമായ കടാക്ഷ വീക്ഷണങ്ങൾ വർഷിച്ചുകൊണ്ട് ഉറ്റ ചങ്ങാതിയുടെ തോളത്ത് തൃക്കൈകൾ അർപ്പിച്ചു നിൽക്കുന്ന ഭഗവാനെ നിന്തിവിടെ ഈ വിപ്രപത്നിമാർ കൺകുളിർക്കെ കണ്ട് ആനന്ദ നിർവൃതി അടഞ്ഞു. അത്രമാത്രം എന്താ കടാക്ഷം ചൊരിയുന്ന കണ്ണിൽ കൂടി, കരുണാർദ്രമായ കടാക്ഷം. അങ്ങനെ ഭഗവാൻ അറിയാം ആ സ്ത്രീകൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ അവരെ അനുഗ്രഹിക്കുന്നതാണ് ഭഗവാൻ. അത്രമാത്രം കരുണാർദ്രമായ കടാക്ഷങ്ങൾ വർഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഭഗവാൻ. ആരുടെ തോളത്താ? ചങ്ങാതിയുടെ. അതായത് അത്രമാത്രം സുഹൃത്തുക്കളാണ് ഭഗവാന്റെ ഈ ഗോപന്മാർ. എത്രമാത്രം സ്നേഹമാണ് ആ ഗോപന്മാരുടെ. അവരുടെ തോളത്ത് ഭഗവാനെ തൃക്കൈ അർപ്പിച്ച് നിൽക്കുന്ന ഭഗവാനെയാണ് ആ സ്ത്രീകൾ കാണുന്നത്. കൺകുളിർക്കെ കണ്ട് ആനന്ദ നിർവൃതി അടഞ്ഞു. അപ്പോൾ ഭഗവാൻ നേരത്തെ തന്നെ അറിയുന്നുണ്ട് ഉള്ളിൽ ഇങ്ങനെ ഈ പത്നിമാർ വരുന്നെന്ന്. അപ്പോൾ അവരെ അത്രത്തോളം അനുഗ്രഹമായിട്ട് തന്നെ, കാരണം അവരെ ആഹാരം എടുത്ത എല്ലാ വിഭവസമൃദ്ധമായ എല്ലാം എടുത്തും കൊണ്ടാണ് ഭഗവാൻ അടുക്കിലേക്ക് ഓടി വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ഇനി വായിക്കാം. ശ്ലോകം 8. തദാ ച കാചിത് ത്വദ് ഉപാഗമോദ്യത ഗൃഹീതഹസ്താദൈതേന യജ്വനാ തദൈവ സംചിന്യ ഭവന്തം അഞ്ജസാ വിവേശ കൈവല്യം അഹോ കൃതിന്യസൗ. തദാ ച കാചിത് ത്വദ് ഉപാഗമോദ്യത ഗൃഹീതഹസ്താദൈതേന യജ്വനാ തദൈവ സംചിന്യ ഭവന്തം അഞ്ജസാ വിവേശ കൈവല്യമഹോ കൃതിന്യസൗ. ഇവിടെ ഈ ഭർത്താക്കന്മാർ തടഞ്ഞു. അപ്പോഴാകട്ടെ ഭഗവാന് ഗുരുവായൂരപ്പ അങ്ങയുടെ സമീപത്തേക്ക് വരാൻ ശ്രമിച്ച ഒരുത്തിയെ അവളുടെ യാഗം ചെയ്യുന്ന പതി കൈ പിടിച്ചു നിർത്തി. എന്നാൽ മറ്റു സ്ത്രീകളെല്ലാം പിടിവിട്ട് അവരെയും തടഞ്ഞു.
കൈക്ക് പിടി കിട്ടിയില്ല. അവരെ തടഞ്ഞിട്ട് കേൾക്കാതെ അവർ ഭഗവാന്റെ അടുക്കലേക്ക് ആഹാരം എടുത്തുകൊണ്ട് ഓടുക. അത്രമാത്രം ആകാംക്ഷയോട് പോവുക, അത്യാകാംക്ഷയായിരുന്നു. ഇവിടെ ഒരു സ്ത്രീയുടെ എന്ത് ചെയ്തു? യാഗം ചെയ്യുന്ന പതി ആ ഭർത്താക്കന്മാരോട് യാഗം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നല്ലോ, അതിൽ ഒരു സ്ത്രീയെ കൈക്ക് പിടിച്ചങ്ങ് നിർത്തി. ആ സമയം അവൾ അങ്ങയെ ധ്യാനിച്ചു കൊണ്ട് പെട്ടെന്ന് കൈവല്യം പ്രാപിച്ചു. അവരുടെ സമയം അടുത്തിരിക്കുന്നു. അപ്പോൾ ഭഗവാനേ എന്നുള്ള ചിന്ത എന്താ വന്നത്? ഈ കുട്ടികളവിടെ ചെന്നതുകൊണ്ടാണല്ലേ, അവർ ഓർക്കത്തില്ല ഈ സ്ത്രീകൾ. അപ്പോൾ ഭഗവാനടുക്ക് എനിക്കും പോകണം എന്ന് പറഞ്ഞപ്പോൾ കൈ പിടിച്ച് നിർത്തി. അപ്പോൾ ആ നിർത്തിയപ്പോൾ തന്നെ അവർ കൈവല്യം പ്രാപിച്ചു. ശരീരം വെടിഞ്ഞു, ഭഗവാന്റെ അടുക്കിലേക്ക് പോയി, പിടിച്ച് നിർത്തി. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ഭഗവാന്റെ അടുക്കിലേക്ക് പോകാൻ സാധിച്ചു. ദേഹത്തിൻ്റെ പിടിവിടാത്തതുകൊണ്ട് അവർക്ക് ദേഹം കൊണ്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ അവിടെ അവരുടെ ആത്മാവ് പരമാത്മാവിൽ ലയിച്ചു, ഭഗവാനിൽ ലയിച്ചു. അതാണ് പറഞ്ഞത്. ഗുരുവായൂരപ്പ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുവാണ്, ഭഗവാനെ അങ്ങയുടെ സമീപത്തേക്ക് വരാൻ ശ്രമിച്ച ഒരുത്തിയെ അവിടെ യാഗം ചെയ്യുന്ന പതി, അത് ഭർത്താവ് കൈ പിടിച്ച് നിർത്തി. ആ സമയം അവൾ അങ്ങയെ ധ്യാനിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ കൈവല്യം പ്രാപിച്ചു. അത്രമാത്രം ആർത്തിയായിരുന്നു ഈ സ്ത്രീകൾക്ക്. നമുക്ക് ഇതുപോലെ ആർത്തി വേണം. ഭഗവാനെന്ന് കേൾക്കുമ്പോൾ വെപ്രാളം വരണം. അയ്യോ, ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുമ്പോൾ എവിടെയെങ്കിലും നാമം കേൾക്കുമ്പോൾ എനിക്ക് ഇതുപോലായിരുന്നു. നാമം എവിടെ കേട്ടാലും, ഏത് നാമമായാലും ഏത് മതമായാലും അവിടെ അപ്പോഴെനിക്ക് ഓടിയെത്തുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അത്രമാത്രം ആർത്തി ആയിരുന്നു. അതുപോലെ നമുക്ക് ഈ ആർത്തി വേണം. ആ ആർത്തി ഉണ്ടെങ്കിൽ നമുക്ക് കൈവല്യം ഉറപ്പാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് മനസ്സിലാവണം, എല്ലാ സ്ത്രീകളും ഇങ്ങനെ ആകണം. ഒരു വിപ്രപത്നി, ഒരു ബ്രാഹ്മണ സ്ത്രീ ആകണം കർമ്മം കൊണ്ട്. ഭഗവാൻ ഭക്തി വർദ്ധിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആകാം. ജന്മം കൊണ്ട് ബ്രാഹ്മണരല്ലെങ്കിലും നമുക്ക് കർമ്മം കൊണ്ട് ഒരു വിപ്രപത്നി ആകാം. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നമുക്കും കിട്ടും. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 9. ആദായ ഭോജ്യാന്യനുഗൃഹ്യതാ പുന ത്വത് അംഗസംഗസ്പൃഹയോജ്യതീർഗൃഹം വിലോക്യ യജ്ഞായ വിസർജയൻ ഇമാ ശകർദ്ധപ്രത്യൂൻ അഭിസത്താസ്വഗർഹണാൻ. ആദായ ഭോജ്യാന്യനുഗൃഹ്യതാ പുന ത്വദംഗസംഗസ്പൃഹയോജ്യതീർഗൃഹം വിലോക്യ യജ്ഞായ വിസർജയൻ ഇമാ ശകർദ്ധഭർത്യൂൻ അഭിത്താസ്വഗർഹണാൻ. ഇവിടെ വിപ്രപത്നിമാർ കൊണ്ടുവന്ന ഭോജനങ്ങൾ, അത് ആഹാരങ്ങൾ ഭഗവാൻ സ്വീകരിച്ചു. ഭഗവാനെ, ഗുരുവായൂരപ്പ അത് ഭഗവാനോട് പറയുന്നു ഭട്ടതിരിപ്പാട്, ഭഗവാനെ ആ സ്ത്രീകൾ, ആ പത്നിമാർ കൊണ്ടുവന്ന ആഹാരം ഭഗവാൻ സ്വീകരിച്ച് അങ്ങ് അവരെല്ലാം അനുഗ്രഹിച്ചു. അത്രമാത്രം ഭഗവാൻ അവർക്ക് അനുഗ്രഹം കൊടുക്കാനായിട്ട് തന്നെ, കാരണം നേരത്തെ തന്നെ അവരിങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു എന്ന് ഭഗവാൻ അറിയാം. നാരായണൻ അറിയാം, ആ പരമാത്മാവിനറിയാം. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? അവർ കൊണ്ടുവന്ന ആ സ്ത്രീകളെ മൊത്തവും ആഹാരമൊക്കെ സ്വീകരിച്ചിട്ട് അവരെ അനുഗ്രഹിച്ചു. പിന്നെ അങ്ങയുടെ പൂമേനി പുണരാനുള്ള കൊതി കൊണ്ടാണ് വീട് വിട്ട് വന്നതെന്നറിഞ്ഞ്, കാരണം അവർ ഭഗവാനെ അറിഞ്ഞുകൊണ്ട് തന്നെ എപ്പോഴും വീട്ടിൽ കഴിയുന്നത്, ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ടാണ്. എന്നാൽ ഭഗവാൻ അവിടെ അടുത്തുണ്ടെന്നറിയുമ്പോൾ അവർ ഭഗവാനെ ഭഗവാന്റെ ശരീരം പുണരാനുള്ള കൊതി കൊണ്ടാണ് വീട് വിട്ട് വന്നതെന്നറിഞ്ഞ് അവരെ യാഗപൂർത്തിക്കായി തിരികെ പറഞ്ഞയക്കുകയും തുടർന്ന് അവരുടെ ഭർത്താക്കന്മാർക്ക് അവരിൽ ദ്വേഷഭാവം ഇല്ലാതാകാനും അനുഗ്രഹിച്ചു. ചെല്ലുമ്പോൾ പരിഭവം പാടില്ലല്ലോ, പറഞ്ഞിട്ട് കേൾക്കാതെ വന്നതുകൊണ്ട് അവർക്കൊരു വിഷമം ഉണ്ടാകരുത് ഈ പത്നിമാർക്ക്, സ്ത്രീകൾക്ക്. അതുകൊണ്ട് ഈ പുരുഷന്മാർക്ക് വിദ്വേഷം മാറാനുള്ള അനുഗ്രഹവും കൊടുത്തു വിട്ടു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഭഗവാൻ അവരെ ഒരിക്കലും വിഷമിപ്പിച്ചിട്ടില്ല. എന്താ? ഭഗവാനോട് കാണാനും കേൾക്കാനും ഭഗവാനെ കണ്ട് കൊതിയായിട്ട് അത്രമാത്രം നിർവൃതി കൊള്ളാനുള്ളൊരു വെമ്പൽ കൊണ്ടാണ് അവിടേക്ക് ഓടി വന്നതെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് അവരെ തിരിച്ച് ആ യാഗം പൂർത്തിയാക്കുകയും വേണം, ഭർത്താക്കന്മാരുടെ ദേഷ്യം ഇല്ലാതാക്കുകയും വേണം. അതുകൊണ്ട് ഭഗവാൻ എല്ലാത്തിനും കൂടിയുള്ള അനുഗ്രഹം കൊടുത്ത് അവരെ യാത്ര അയച്ചു. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 10. നിരൂപ്യ ദോഷം നിജ അംഗനാജനി വിലോക്യ ഭക്തിം ച പുനർവിചാരിഭി പ്രബുദ്ധ തത്വൈസ്ത്വം അഭിഷ്ടുതോ ദ്വിജൈർ മരുൽപുരാധീശ നിരുന്ധിമേകദാൻ. നിരൂപ്യ ദോഷം നിജമംഗനാജനി വിലോക്യ ഭക്തിം ച പുനർവിചാരിഭി പ്രബുദ്ധ തത്വൈസ്ത്വം അഭിഷ്ടുതോ ദ്വിജൈർ മരുൽപുരാധീശ നിരുന്ധിമേകദാൻ.
അങ്ങനെ ആ വിപ്രപത്നിമാർക്ക് ഭഗവാൻ അനുഗ്രഹം കൊടുത്തുവിട്ട് ദ്വേഷ്യങ്ങളെല്ലാം മാറാൻ വേണ്ടി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ഈ ബ്രാഹ്മണർ പിന്നെ വിചാരശീലരായി. അവർ പിന്നെ വിചാരിക്കാൻ തുടങ്ങി, എന്താണ് ഇവരിങ്ങനെ ഓടയത്, ഭഗവാൻ എന്ന് കേട്ടപ്പോൾ അല്ല കൃഷ്ണൻ എന്ന് കേട്ടപ്പോൾ അവരെന്താ, അവർക്ക് ഈ പുരുഷന്മാർക്ക് അറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അവരിങ്ങനെ വിചാരം തുടങ്ങി. അവർ തങ്ങളുടെ ദോഷമറിഞ്ഞു. അവരവരെ തന്നെ അവരെന്താണെന്ന് അവരുടെ ദോഷത്തെപ്പറ്റി പുരുഷന്മാർ തന്നെ അറിഞ്ഞു. ആ സ്ത്രീകളുടെ ഭക്തി കണ്ട് മനസ്സിലാക്കി. അവരുടെ ഭക്തി അത്രത്തോളം കണ്ടപ്പോൾ ഈ പുരുഷന്മാർക്ക് മനസ്സിലായി, എന്തോ ഇതിലൊരു പന്തിയുണ്ട്, അവരോരിൽ ഒരു പന്തി കേടുണ്ട്. അതിനെ മനസ്സിലാക്കി അവർ വിചാരശീലരായി. അവർ വിചാരിക്കാൻ തുടങ്ങി. അവർ അങ്ങയുടെ തത്വം അറിഞ്ഞു, ഭഗവാന്റെ തത്വം നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് സ്തുതിച്ചു. ഗുരുവായൂരപ്പ, അങ്ങനെ ഈ ഭട്ടതിരിപ്പാട് പറയുന്ന ആ പുരുഷന്മാർ ഭഗവാനെ തന്നെ വിചാരം തുടങ്ങി, എന്താ ഈ സ്ത്രീകൾക്ക് ഇത്ര ഭക്തി. അപ്പോൾ ഭഗവാന്റെ തത്വമെല്ലാം അറിഞ്ഞ് ആ പുരുഷന്മാർ നന്നായി. അതുകൊണ്ട് ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാനെ, അങ്ങനെയുള്ള നാരായണ ഗുരുവായൂരപ്പ, എൻ്റെ രോഗത്തെ മാറ്റിത്തരണമേ. എല്ലാവർക്കും ഭഗവാനെ ചിന്തിക്കുമ്പോൾ അവിടെ ആ സ്വഭാവത്തെ പോലും മാറ്റിയെടുത്തു ആ പുരുഷന്മാരുടെ. അപ്പോൾ ഭഗവാൻ അത്രത്തോളം എല്ലാവർക്കും കൃപ ചൊരിയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ നമ്മുടെ രോഗത്തെ, നമ്മുടെ ദുഃഖത്തെ, നമ്മുടെ ദുരിതങ്ങളെ മാറ്റണമേ എന്ന് നമ്മളും പറയണം. ഭട്ടതിരിപ്പാട് പറയുന്ന പോലെ ആ ബ്രാഹ്മണർ തങ്ങളുടെ ദോഷത്തെപ്പറ്റി നിരൂപണം ചെയ്തും അവരുടെ ദോഷത്തെപ്പറ്റി അവർ തിരിച്ചറിഞ്ഞു. അവരുടെ സ്ത്രീകളുടെ ഭക്തി കണ്ടും ശ്രീകൃഷ്ണൻ ആരെന്ന തത്വം അറിഞ്ഞു. അപ്പോൾ ഭഗവാൻ ആരാ എന്ന് മനസ്സിലാക്കി. സ്ത്രീകളുടെ ഭക്തി കണ്ടപ്പോൾ അവരുടെ ബുദ്ധി തെളിഞ്ഞപ്പോൾ ഭക്തി ഉണ്ടായി. പുരുഷന്മാർക്കുള്ളയും മനസ്സ് ബുദ്ധി തെളിഞ്ഞു, അപ്പോൾ ഭക്തി ഉണ്ടായി. അപ്പോൾ പുരുഷന്മാർക്ക് ഭക്തി ഉള്ളിലുണ്ട്, പക്ഷേ വിവരമില്ല. അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എല്ലാവരിലും ഉണ്ട് ഭക്തി, പക്ഷേ നമ്മൾ യഥാർത്ഥത്തെ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയുമ്പോഴേ പുരുഷന്മാർ തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല. കൂടുതലും പുരുഷന്മാർക്ക് ഭക്തിയുള്ളവരാണ്, പക്ഷെ അവർ ഇതിനെ തിരിച്ചറിയാനുള്ള ഒരു സമയം മെനക്കെടുത്തുന്നില്ല. അവരെങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അതുകൊണ്ടിവിടെ ഈ സ്ത്രീകളെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, എന്തോ ഒരു നന്മ ഉണ്ട്. അതൊരു വിചാരശീലരായി മനസ്സിലാക്കി. അപ്പോൾ ഭക്തി ഉണ്ടായപ്പോൾ തത്വം അറിഞ്ഞു. അപ്പോൾ ഈ പുരുഷന്മാർക്കും സ്ത്രീകളുടെ ഇത് കണ്ട് മനസ്സിലാക്കിയപ്പോൾ, ഭക്തി കണ്ട് മനസ്സിലാക്കിയപ്പോൾ പുരുഷന്മാരും അതേ ചിന്തയിലേക്ക് വന്നു. അപ്പോൾ എന്ത് വന്നു? അവർ ഭഗവാന്റെ തത്വം അറിഞ്ഞു, ഭക്തി ഉണ്ടായി. അപ്പോൾ ഭക്തി ഉണ്ടായി, തത്വം അറിഞ്ഞപ്പോൾ ഭഗവാനെ വാഴ്ത്തി. അപ്പോൾ സ്ത്രീകൾ എങ്ങനെ വാഴ്ത്തി, അതുപോലെ ഈ പുരുഷന്മാരും ഭഗവാനെ വാഴ്ത്തി. അവരുടെ ദോഷം എന്തായിരുന്നു? അവരുടെ ദോഷം സജ്ജന നിന്ദ. അതായത് അവിടെ കുട്ടികൾ ചെന്നപ്പോൾ കുഞ്ഞുങ്ങളെ അവർ മൈൻഡ് ചെയ്തില്ല. ഭഗവാന്റെ ഭക്തരാണ് ഈ കുട്ടികൾ. ആ കുട്ടികളപ്പോൾ സജ്ജനമാണ്. അപ്പോൾ അവരെ നിന്ദിച്ചു, ഒന്നും മിണ്ടാതെ പറഞ്ഞു വിട്ടു. കുഞ്ഞുങ്ങളായാലും ഒരു വേദകർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആര് വന്നാലും അവരോട് മിണ്ടുകയും വേണം, വേണ്ടുന്നത് കൊടുക്കുകയും വേണം. അതാണ് ധർമ്മം. അതവർ ചെയ്തില്ല. അപ്പോൾ അവർ സജ്ജന നിന്ദ എന്ന് പറഞ്ഞാൽ ഈശ്വര നിന്ദയാണ്. മറ്റുള്ളവരെ നിന്ദിക്കുന്നത് ഈശ്വര നിന്ദിക്കാൻ തുല്യമാണ്. അപ്പോൾ അവർ സജ്ജനനിന്ദ, ഈശ്വരനിന്ദ, വേദനിഷേധം. അവർ വേദത്തെ നിഷേധിച്ചു. ആ കർമ്മങ്ങൾക്ക് എന്താ പറഞ്ഞേക്കുന്നത്? യഥാർത്ഥത്തിൽ അന്നം ചോദിച്ചവർക്കോ ചോദിക്കാത്തവർക്കോ കൊടുക്കണം, ധർമ്മം ചെയ്യണം. അതവർ നിഷേധിച്ചു. അപ്പോൾ അവിടെ എന്തൊക്കെ വന്നു? സജ്ജനനിന്ദ, പിന്നെ ഈശ്വരനിന്ദ, വേദനിഷേധം. ഈ ദോഷങ്ങൾ ഉണ്ടായിരുന്നതിനാലാണ് ഈശ്വരനെ അറിയാതെ വന്നതും നിന്ദിച്ചതും അർത്ഥിച്ചവനൊന്നും കൊടുക്കാതിരുന്നതും. അത് തെറ്റാണ്. വിചാരശീലം കൊണ്ട് അറിഞ്ഞു. അപ്പോൾ അവർ വിചാരിച്ച് അവർ മനസ്സിലാക്കി. അവിടെ കുറ്റങ്ങൾ മനസ്സിലാക്കി, അവിടെ കുറവുകളെ അവർ മനസ്സിലാക്കി. നമ്മൾ ഇതുപോലെ നമുക്ക് എന്താണ് നമ്മുടെ കുറവ്, നമുക്ക് കുറവുകളും നമ്മുടെ തെറ്റുകളെ നമ്മൾ മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കണം. നമ്മുടെ കുടുംബത്ത് ഒരു ഭർത്താവായാലും ഭാര്യയായാലും ഭാര്യയ്ക്ക് ഈ വിധം ദൈവികം ഉണ്ടെങ്കിൽ അത് ഭർത്താവ് തിരുത്തിയിട്ട് അവരെങ്ങനെയാണ് അവരുടെ ഭക്തി അത് മനസ്സിലാക്കുമ്പോൾ നമുക്കും അത് വന്നു ചേരും. നമ്മൾ അങ്ങനെയാണ് ഒരു അറിവുണ്ടാകുന്നത്. മറ്റ് സജ്ജനങ്ങളെ കണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രായശ്ചിത്തം ചെയ്തു. ഈ പുരുഷന്മാർക്കുള്ള തെറ്റിനെ മനസ്സിലാക്കിയപ്പോൾ അവർ പ്രായശ്ചിത്തം ചെയ്തു. അപ്പോഴെന്ത് വന്നു? ഈശ്വരനെ സ്തുതിച്ചു പ്രീതിപ്പെടുത്തി. അപ്പോൾ പ്രായശ്ചിത്തം എല്ലാത്തിനും ഒരു പോംവഴിയാണ്. നമ്മുടെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ഭഗവാനെ, എനിക്ക് ഇത്രയും നാൾ എനിക്ക് അറിവില്ലായിരുന്നു, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഭഗവാനെ അവിടുത്തെ മഹിമ. അങ്ങനെ തെറ്റുകളെ നമ്മൾ മനസ്സിലാക്കി പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ നമ്മളും ഭഗവാനെ സ്തുതിച്ച് വരുമ്പോൾ ഭഗവാൻ നമ്മളിലും പ്രീതി ഉണ്ടാകും. ഈ ബ്രാഹ്മണ സ്ത്രീകളിൽ എങ്ങനെയാണ് പ്രീതി വന്നത്, അതുപോലെ നമ്മളെയും ഭഗവാൻ അനുഗ്രഹിക്കും. അതെല്ലാവരും ഇത് പഠിക്കണം. ഇതാണ് നമുക്ക് വേണ്ടുന്ന പാഠം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.